Hi, welcome to Quick Learn. This is Rishin. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ് ഇൻ C++. ഓക്കെ, സോ ഇൻഹെറിറ്റൻസ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറയാം. ഓക്കെ, ഒരു ക്ലാസ്സിന് വേറൊരു ക്ലാസ്സിൽ നിന്നും അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഡിറൈവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് രണ്ട് ക്ലാസ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരു ക്ലാസ് വേറൊരു ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസും ക്യാരക്ടറിസ്റ്റിക്സും ഡിറൈവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇൻഹെറിറ്റൻസ് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വി ഹാവ് ടു ടൈപ്സ് ഓഫ് ക്ലാസ്സസ്. ഇൻഹെറിറ്റൻസിൽ വി ഹാവ് ടു ടൈപ്സ് ഓഫ് ക്ലാസ്സസ്. ഫസ്റ്റ് വൺ ഈസ് ദി സബ് ക്ലാസ്, അല്ലെങ്കിൽ വി ക്യാൻ സേ ബേസ് ക്ലാസ്. ഈ ബേസ് ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസ് ക്ലാസ് ഒരു ക്ലാസ്, അതായത് വേറെ ഒരു ക്ലാസ്സിൽ നിന്നും അതിന്റെ പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്ത് എടുക്കുന്ന ക്ലാസ്സുകളെയാണ് നമ്മൾ സബ് ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബേസ് ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ്സുകൾ ഏത് ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് ആണോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണോ ഡിറൈവ് ചെയ്തെടുക്കുന്നത്, ആ ക്ലാസ്സുകളെയാണ് നമ്മൾ സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ഒന്നും കൂടെ പറയാം. നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഒരു ക്ലാസ് വേറൊരു ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് ഡിറൈവ് ചെയ്ത് എടുക്കുന്ന ക്ലാസ്സിനെയാണ് നമ്മൾ ഡിറൈവ്ഡ് ക്ലാസ് ഓർ സബ് ക്ലാസ് എന്ന് പറയുന്നത്. ഏത് ക്ലാസിന്റെ പ്രോപ്പർട്ടീസ് ആണോ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്, ആ ക്ലാസ്സുകളെയാണ് നമ്മൾ സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇൻഹെറിറ്റൻസിന്റെ ആവശ്യം എന്താണ് എന്നതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഇപ്പോ നിങ്ങൾ ഈ ഒരു ഡയഗ്രാം കൺസിഡർ ചെയ്യാം. ഈ ഒരു ഡയഗ്രാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 3 ക്ലാസ്സുകൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ക്ലാസ് ബസ്, ക്ലാസ് കാറ്, ക്ലാസ് ട്രക്ക്. സോ 3 ക്ലാസ്സുകളാണ് നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഈ 3 ക്ലാസ്സുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഡിഫറെന്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് അവൈലബിൾ ആണ്. ഒരു ബസ് ക്ലാസ്സിൽ ഫ്യൂവൽ എമൗണ്ട്, എത്രത്തോളം ഫ്യൂവൽ വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പബ്ലിക് മെത്തേഡ് അല്ലെങ്കിൽ ഒരു മെത്തേഡ്, പർട്ടിക്കുലർ മെത്തേഡാണ് ഫ്യൂവൽ എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. സോ കപ്പാസിറ്റി, ആ സീറ്റിംഗ് കപ്പാസിറ്റി എത്രയാണ് എന്നുള്ള ഒരു മെത്തേഡ് ഉണ്ട്. അതേപോലെ അപ്ലൈ ബ്രേക്സ്, നമ്മളുടെ ബസ്സിന് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാനുള്ള ഒരു പബ്ലിക് മെത്തേഡാണ് അപ്ലൈ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ്. സോ ഈ പറഞ്ഞിട്ടുള്ള 3 മെത്തേഡ്സും നമ്മളുടെ 3 ക്ലാസ്സിലും അവൈലബിൾ ആണ്. അതായത് ഫ്യൂവൽ എമൗണ്ട് അത് 3 ഒബ്ജക്ട്സിനും സിമിലർ ആയിട്ട് തന്നെ ഉള്ള ഒരു കാര്യമാണ്. അതായത് ബസ്സും കാറും ട്രക്കും ഒക്കെ ഫ്യൂവൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത്. കപ്പാസിറ്റി, ഈ പറഞ്ഞ 3 വെഹിക്കിൾസിനും കപ്പാസിറ്റി ഉണ്ട്, സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ സീറ്റിംഗ് കപ്പാസിറ്റി ഓർ ലോഡ് കപ്പാസിറ്റി നമുക്ക് അങ്ങനെ പറയാം. അപ്ലൈ ബ്രേക്ക്, ഈ 3 വെഹിക്കിൾസിനും ബ്രേക്കും ഉണ്ട്. സോ സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഈ 3 ക്ലാസ്സിലും അവൈലബിൾ ആണ്. നമ്മളൊരു പ്രോഗ്രാം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിങ്ങിൽ ഈ പറഞ്ഞ 3 ക്ലാസ്സുകളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് വിചാരിക്കാം. ബസ് ക്ലാസ് വേണം, കാർ ക്ലാസ് വേണം, അതേപോലെ ട്രക്ക് ക്ലാസ് വേണം. ഇത് 3 നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ 3 ക്ലാസ്സിലും ഈ പറഞ്ഞിട്ടുള്ള 3 മെത്തേഡ്സും വേണ്ടി വരും. സോ ഈ 3 മെത്തേഡ്സും നമ്മൾ 3 ക്ലാസ്സിലും എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോമൺ ആയിട്ട് വരുന്ന മെത്തേഡുകളെല്ലാം നമുക്ക് ഒരു ക്ലാസ്സിൽ എഴുതാൻ പറ്റും. സോ കോമൺ ആയിട്ട് വരുന്ന എല്ലാ മെത്തേഡ്സും നമ്മൾ ഒരു ക്ലാസ്സിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു വെഹിക്കിൾ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമൺ ക്ലാസ് ആക്കിയിട്ട് നമുക്ക് മാറ്റാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഈ സെക്കൻഡ് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു വെഹിക്കിൾ ക്ലാസ് ഉണ്ട്. ഈ വെഹിക്കിൾ ക്ലാസ്സിൽ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന എല്ലാ മെത്തേഡ്സിനെയും നമ്മൾ വെഹിക്കിൾ ക്ലാസ്സിലാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് വരുന്ന വേറെ ക്ലാസ്സുകളിലും എഴുതേണ്ട ആവശ്യം വരുന്നില്ല. സോ കോമൺ ആയിട്ട് വരുന്ന എല്ലാ മെത്തേഡ്സും നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു കോമൺ ക്ലാസ്സിൽ കീപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് വരുന്ന ക്ലാസ്സുകളിലേക്ക് നമുക്ക് ആ ഒരു പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഹെറിറ്റ് ചെയ്തെടുക്കാം.
സോ ഇതാണ് ഇൻഹെറിറ്റൻസിന്റെ അഡ്വാൻറ്റേജ്. വി ക്യാൻ റെഡ്യൂസ് ദ നമ്പർ ഓഫ് കോഡ്സ് ആൻഡ് റീയൂസബിലിറ്റി. നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് കോഡ്സ്, സെയിം കോഡ് തന്നെ പല പല ക്ലാസ്സുകളിൽ എഴുതുന്നതിന് പകരം നമുക്ക് ഒരു ക്ലാസ്സിൽ കീപ്പ് ചെയ്തിട്ട് ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രോപ്പർട്ടീസ് എല്ലാം അവൈലബിൾ ആയിട്ട് വരും. സോ അതിനുള്ള എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഈ ഒരു വരുന്ന വഴിക്ക് നമ്മളത് ഡിസ്കസ് ചെയ്യും. ലെറ്റ്സ് സീ. ഓക്കെ, നൗ ഈ ഇൻഹെറിറ്റൻസിന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. സിൻടാക്സ് വി ഹാവ് ഒരു ക്ലാസ് നമ്മൾ എങ്ങനെയാണോ ഡിക്ലെയർ ചെയ്യുന്നത് അതിനോട് കൂടെ കുറച്ചുകൂടെ ഡിഫറൻസ് ആയിട്ടാണ് നമ്മളെ ഇൻഹെറിറ്റൻസിന്റെ സിൻടാക്സ് വരുന്നത്. സോ ഫസ്റ്റ് വി നീഡ് ടു റൈറ്റ് ദ ക്ലാസ്, ദെൻ നമ്മൾ ഏത് ക്ലാസ് ആണോ വേറൊരു ക്ലാസിന്റെ പ്രോപ്പർട്ടീനെ ഇൻഹെറിറ്റ് ചെയ്യുന്നത് അതിനെ നമ്മൾ സബ് ക്ലാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ക്ലാസ് our subclass name, that should be that. Then we need to put a colon. നമ്മൾ ഈ കോളൻ മെൻഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കോളൻ നമ്മൾ അവിടെ എഴുതുന്നത് നമ്മൾ അത് ഇൻഹെറിറ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ കോളൻ, ദെൻ ആക്സസ് മോഡ്. നമുക്ക് ഡിഫറെന്റ് ആക്സസ് മോഡുകൾ അവൈലബിൾ ആണ്. നമുക്ക് എങ്ങനെയാണോ നമ്മളുടെ സൂപ്പർ ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ ബേസ് ക്ലാസ്സിൽ നിന്നും നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ മെത്തേഡ്സ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യേണ്ടത് എന്ന് സ്പെസിഫൈ ചെയ്യുന്നതാണ് നമ്മളുടെ ആക്സസ് മോഡ്. അതിലേക്ക് നമ്മൾ നെക്സ്റ്റ് ഇതിൽ വരും. അപ്പോൾ സോ വി നീഡ് ടു സ്പെസിഫൈ ദ ആക്സസ് മോഡ്. ഇനി ഏത് ബേസ് ക്ലാസ് നിന്നാണോ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത്, സോ ദാറ്റ് ഷുഡ് ബി മെൻഷൻഡ് ബേസ് ക്ലാസ് നെയിം. ദെൻ സാധാരണ പോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണോ ബാക്കി ഡിക്ലെയർ ചെയ്യുന്നത് അതേപോലെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമ്മളുടെ ഒരു ഒരു ഇൻഹെറിറ്റൻസിന്റെ സിൻടാക്സ് വരുന്നത്. ഇനി ഒരു കാര്യം ഇതിൽ നമുക്ക് പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുമ്പം ബേസ് ക്ലാസ്സിലുള്ള പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സിനെ നമുക്ക് സബ് ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിൽ നമ്മളുടെ ബേസ് ക്ലാസിന്റെ എൻറ്റയർ ഒബ്ജക്റ്റിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ബേസ് ക്ലാസ്സിൽ പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സ് ഉണ്ടാവാം. ഓക്കെ, സോ അങ്ങനെ പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിറൈവ് ചെയ്യാൻ പറ്റില്ല നമ്മളുടെ ബേസ് ക്ലാസ്സിലേക്ക്. സോ ഒരു എൻറ്റയർ ബേസ് ക്ലാസ് ഒബ്ജക്റ്റിനെ നമുക്ക് സബ് ക്ലാസ്സിനെ അല്ലെങ്കിൽ ബേസ് ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നമുക്ക് ആക്സസ് മോഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് ഡിഫറെന്റ് ആക്സസ് മോഡ്സ് അവൈലബിൾ ആണ്. ഇൻഹെറിറ്റൻസിന് ആക്സസ് മോഡ് ഡിഫറെന്റ് 3 ആണ് ആക്ച്വലി അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് പബ്ലിക് മോഡ്, ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രൈവറ്റ് ആൻഡ് തേർഡ് വൺ ഈസ് പ്രൊട്ടക്റ്റഡ്. ഇനി ഇത് എന്താണ് എന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ പബ്ലിക് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്ലാസ്സിൽ 3 ടൈപ്പ് ഓഫ് മെമ്പേഴ്സ് ആണുള്ളത്. പ്രൈവറ്റ് മെമ്പേഴ്സ്, പബ്ലിക് മെമ്പേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ്. ഓക്കെ, ഇനി പബ്ലിക് മോഡിലാണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. പബ്ലിക് മോഡിൽ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ബേസ് ക്ലാസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സും പബ്ലിക് മെമ്പേഴ്സും അതേപോലെ തന്നെയാണ് നമ്മളുടെ ഡിറൈവ്ഡ് ക്ലാസ്സിലേക്കും വരുന്നത്. ഓക്കെ, പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് ആയി തന്നെയാണ് നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിലും അവൈലബിൾ ആവുക. അതേപോലെ പബ്ലിക് മെമ്പേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് ഡിറൈവ്ഡ് ക്ലാസ്സിലും അവൈലബിൾ ആവും. റൈറ്റ്? ഇനി പ്രൈവറ്റ് മോഡിലാണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബേസ് ക്ലാസ്സിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് ഡാറ്റ മെമ്പേഴ്സും പബ്ലിക് ഡാറ്റ മെമ്പേഴ്സും ഡിറൈവ്ഡ് ക്ലാസിന്റെ പ്രൈവറ്റ് മെമ്പേഴ്സ് ആയിരിക്കും. സോ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തു വരുന്ന എല്ലാ പ്രോപ്പർട്ടീസും പ്രൈവറ്റ് മെമ്പേഴ്സ് ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, പ്രൊട്ടക്റ്റഡ് മോഡിലാണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്ന പബ്ലിക് മെമ്പേഴ്സും പ്രൊട്ടക്റ്റഡ് മോഡിലായിരിക്കും. അതായത് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്തു വരുന്ന പബ്ലിക് ആൻഡ് പ്രൊട്ടക്റ്റഡ് മെമ്പേഴ്സ് നമ്മളുടെ ഡിറൈവ്ഡ് ക്ലാസ്സിൽ പ്രൊട്ടക്റ്റഡ് കാറ്റഗറിയിലായിരിക്കും അവൈലബിൾ ആയിരിക്കുക എന്നർത്ഥം. Okay, however, we cannot inherit private data members from a base class. അത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സിനെ നമുക്ക് ഒരിക്കലും ഇൻഹെറിറ്റ് ചെയ്യാൻ പോസിബിൾ അല്ല. ഓക്കെ,
ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാസ് എ ഉണ്ട്. ഈ ക്ലാസ് എയിൽ വി ഹാവ് ത്രീ ഡാറ്റ മെമ്പേഴ്സ് എക്സ്, വൈ ആൻഡ് സെഡ്. ഈ എക്സിന്റെ എക്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഡാറ്റ മെമ്പർ ആണ്, വൈ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ഡാറ്റ മെമ്പർ ആണ്, സെഡ് എന്ന് പറയുന്നത് പബ്ലിക് ഡാറ്റ മെമ്പർ ആണ്. ഓക്കെ, ഇനി ഈ എ നമ്മുടെ ബേസ് ക്ലാസ് ആയിട്ട് നമ്മൾ ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്, ക്ലാസ് ബി. സോ ക്ലാസ് ബി ഈസ് ഇൻഹെറിറ്റഡ് ഫ്രം ക്ലാസ് എ ആസ് പബ്ലിക്. ഇപ്പൊ ഇവിടെ നമ്മൾ ക്ലാസ് ബി കോളൻ പബ്ലിക് എ എന്ന് എഴുതിയിട്ടുണ്ട്, വിച്ച് മീൻസ് ദാറ്റ് ക്ലാസ് ബി ഈസ് ഇൻഹെറിറ്റിംഗ് ഫ്രം ക്ലാസ് എ ഇൻ പബ്ലിക് മോഡ്. ഓക്കെ, സോ പബ്ലിക് മോഡിൽ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ എക്സ് എന്ന് പറയുന്നത് ഓൾറെഡി പ്രൈവറ്റ് ഡാറ്റ മെമ്പർ ആണ് എയുടെ. സോ എക്സ് ഈസ് നോട്ട് ആക്സസിബിൾ ഫ്രം ബി. ബിയിൽ നിന്ന് നമുക്ക് എക്സിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് വൈ ആൻഡ് സെഡ് ക്യാൻ ബി ആക്സസ്ഡ്. വൈ വിൽ ബി അവൈലബിൾ ആസ് ദി പ്രൊട്ടക്റ്റഡ് മെമ്പർ and Z will be available as the public member. Okay, now consider the third class, that is our class C, which is inherited from class A as protected mode. പ്രൊട്ടക്റ്റഡ് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മുടെ ക്ലാസ് സി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് ഓൾറെഡി നമുക്കറിയാം പ്രൈവറ്റ് ഡാറ്റ മെമ്പർ ആയതുകൊണ്ട് നമുക്ക് എക്സിനെ ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ എക്സ് ഈസ് നോട്ട് ഇൻഹെറിറ്റബിൾ. വൈ എന്ന് പറയുന്നത് വൈയും സെഡും പ്രൊട്ടക്റ്റഡ് മോഡിലായിരിക്കും. സിൻസ് വി ആർ യൂസിങ് പ്രൊട്ടക്റ്റഡ് മോഡ് ഫോർ ഇൻഹെറിറ്റൻസ്, വൈ ആൻഡ് സെഡ് വിൽ ബി അവൈലബിൾ ഇൻ പ്രൊട്ടക്റ്റഡ് മോഡ്. ക്ലിയർ? Now in the case of D, we are inheriting it as a private base class. Okay, so we are inheriting the properties and characteristics of A as private. അങ്ങനെയാവുമ്പോൾ നമുക്ക് എക്സ് ഓൾറെഡി അറിയാം, നമുക്ക് അവൈലബിൾ ആവില്ല. വൈ ആൻഡ് സെഡ് പ്രൈവറ്റ് ആയിട്ടായിരിക്കും നമുക്ക് ക്ലാസ് ഡിയിൽ അവൈലബിൾ ആയിരിക്കും. സോ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബേസ് ക്ലാസ്സിലുള്ള ഡാറ്റ മെമ്പേഴ്സിനെ പ്രൈവറ്റ് ആയിട്ടാണ് ഡിറൈവ്ഡ് ക്ലാസ്സിൽ ലഭിക്കുക. സോ ഡിറൈവ്ഡ് ക്ലാസ്സിന്റെ പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സ് ആയിരിക്കും ബേസ് ക്ലാസ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തു വരുന്ന മെത്തേഡ്സ് അല്ലെങ്കിൽ ഡാറ്റ മെമ്പേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ ഇതൊരു ടേബിൾ ആയിട്ട് മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ഹിയർ ബേസ് ക്ലാസിന്റെ പബ്ലിക് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡാറ്റ മെമ്പേഴ്സ് പബ്ലിക് ആയിട്ട് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ പബ്ലിക് തന്നെയായിരിക്കും. ദെൻ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, പ്രൈവറ്റ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ പ്രൈവറ്റ് ആയിരിക്കും. ഇനി പ്രൊട്ടക്റ്റഡ് ഡാറ്റ മെമ്പേഴ്സ് നമ്മൾ പബ്ലിക് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് തന്നെയായിരിക്കും, പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, പ്രൈവറ്റ് ആയിട്ട് ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവറ്റ് തന്നെയായിരിക്കും. പ്രൈവറ്റ് ഡാറ്റ മെമ്പേഴ്സ് ഒരു കേസിലും നമുക്ക് ആക്സസിബിൾ അല്ല. സോ ദാറ്റ് ഈസ് ഹിഡൻ. It can be only accessed from the base class itself. Different types of inheritance നമുക്ക് അവൈലബിൾ ആണ്. ആക്ച്വലി 5 types of inheritance ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സിംഗിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ആൻഡ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. സോ ഈ 5 ഇൻഹെറിറ്റൻസിനെയാണ് നമ്മൾ ഇവിടെ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വണ്ണിലേക്ക് വരികയാണെങ്കിൽ നമ്മളുടെ ഫസ്റ്റ് ഇൻഹെറിറ്റൻസ് ഈസ് സിംഗിൾ ഇൻഹെറിറ്റൻസ്. സോ സിംഗിൾ ഇൻഹെറിറ്റൻസിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വി ഹാവ് 2 classes, ക്ലാസ് എ ആൻഡ് ക്ലാസ് ബി. ഓക്കെ, നൗ ക്ലാസ് എ ഈസ് കൺസിഡേർഡ് ആസ് ദി ബേസ് ക്ലാസ്. ക്ലാസ് എനെയാണ് നമ്മൾ ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. ഈ ക്ലാസ് ബി എന്ന് പറയുന്നതാണ് നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ് ഓർ സബ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലാസ് ബി നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ ക്ലാസ് എയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്, പ്രൈവറ്റ് പബ്ലിക് ആയിട്ടോ പ്രൊട്ടക്റ്റഡ് ആയിട്ടോ അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഡാറ്റ മെമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ് ബിയിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. സോ ദർ ഇസ് വൺ ലെവൽ. ക്ലിയർ? സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സിംഗിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ സിന്റാക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സിന്റാക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ക്ലാസ്, സബ് ക്ലാസ് നെയിം, ദെൻ കോളൻ, ആക്സസ് മോഡ്. നമ്മൾ ഏത് ആക്സസ് മോഡാണോ യൂസ് ചെയ്യുന്നത്, പ്രൈവറ്റ്, പബ്ലിക് ഓർ പ്രൊട്ടക്റ്റഡ് ആക്സസ് മോഡ്, ദെൻ അവർ ബേസ് ക്ലാസ് നെയിം. ദെൻ നോർമൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണോ ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്നത്, കേർലി ബ്രേസസ്, ദെൻ
body of the subclass. Clear? ഇതാണ് ഇതിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എക്സാമ്പിളിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ I will show you the example. ഇനി സിംഗിൾ ഇൻഹെറിറ്റൻസിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ we have two classes. That is our first class is first base class, class vehicle, and we have to declare, right? So here I am declaring our constructor, vehicle constructor as public ആയിട്ടാണ് ഞാൻ vehicle constructorനെ ഡിക്ലെയർ ചെയ്യുന്നത്. സോ കൺസ്ട്രക്ടർ കോൾ ചെയ്യുന്ന ടൈമിൽ അത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കൺസ്ട്രക്ടറിന്റെ ഉള്ളിൽ ഒരു സി ഔട്ട് യൂസ് ചെയ്യുന്നുണ്ട്. this is vehicle constructor, okay, and L. Okay, that's it. Now we have the derived class. Derived class like നമ്മൾ വരികയാണെങ്കിൽ we are creating a class called car, okay, car, and which is inheriting from our base class vehicle. So ഇവിടെ ഞാൻ inheriting public access method ആണ് യൂസ് ചെയ്യുന്നത്. So public vehicle, you should write like this, public vehicle. So vehicle അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ്സ് നമ്മളുടെ പ്രൊട്ടക്റ്റഡ് മെത്തേഡ്സും അല്ലെങ്കിൽ പബ്ലിക് മെത്തേഡ്സും നമുക്ക് ഈ ഒരു കാർ ക്ലാസ്സിൽ പ്രൊട്ടക്റ്റഡ് മെത്തേഡ്സ് ആയിട്ടും പബ്ലിക് മെത്തേഡ്സ് ആയിട്ടും അവൈലബിൾ ആയിരിക്കും. ഇനി നമ്മൾ ഇതിനെ ഒരു പബ്ലിക് സ്പേസിൽ നമ്മളൊരു കൺസ്ട്രക്ടറിനെ ഡിക്ലെയർ ചെയ്യാണ് constructor. So this is the default constructor. It is not taking any arguments. So this is car constructor, and L. Okay. ഇനി മെയിൻ ഫംഗ്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ this is our entry point of the program, main function, that is our entry point. മെയിൻ ഫംഗ്ഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ I am actually instantiating an object car ഒബ്ജക്റ്റിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാണ്. I am giving it a name as my car എന്ന് പേര് കൊടുക്കുകയാണ്. സോ ഈ ഒരു ഇൻസ്റ്റാൻസിയേഷൻ നമ്മൾ ചെയ്യുന്ന ടൈമിൽ മൈക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഒരു മൈക്കാറിന്റെ ഒരു ഇൻസ്റ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ കാർ എന്ന് പറയുന്ന ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ളത് വെഹിക്കിൾ ക്ലാസ്സിൽ നിന്നും സം പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കാറിന്റെ ഒരു ഒബ്ജക്റ്റിനെ ഇൻസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മളുടെ ഏതാണോ ബേസ് ക്ലാസിന്റെ ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. അതിനുശേഷമാണ് നമ്മളുടെ ഡിറൈവ്ഡ് ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഇത് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ്. So when we run this, first this is a vehicle constructor, right? ഇത് എവിടെയാണുള്ളത്? നമ്മുടെ വെഹിക്കിൾ ക്ലാസിന്റെ ഉള്ളിലുള്ള കൺസ്ട്രക്ടറിലാണ് വെഹിക്കിൾ കൺസ്ട്രക്ടർ എന്ന് നമ്മൾ എഴുതിയിട്ടുള്ളത്, റൈറ്റ്? ആൻഡ് ദിസ് ഈസ് എ കാർ കൺസ്ട്രക്ടർ. അത് നമ്മൾ കാർ കൺസ്ട്രക്ടറിന്റെ ഉള്ളിലാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു കാറിന്റെ ഒരു ഒബ്ജക്റ്റിനെ ഇൻസ്റ്റൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ആക്ച്വലി എന്താണ് സംഭവിച്ചത്? ബേസ് ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെ ആദ്യം കോൾ ചെയ്തു, ദെൻ ഡിറൈവ്ഡ് ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തു. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ സിംഗിൾ ഇൻഹെറിറ്റൻസിൽ വരുന്നത്. ഇപ്പൊ ഇവിടെ സിംഗിൾ ഇൻഹെറിറ്റൻസിന് പല പ്രത്യേകതകളുണ്ട്. നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പബ്ലിക് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യാം, പ്രൈവറ്റ് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യാം, പ്രൊട്ടക്റ്റഡ് മോഡിൽ ഇൻഹെറിറ്റ് ചെയ്യാം. സോ ദോസ് ആർ ദ ഡിഫറൻസസ്. ഓക്കെ, സോ ഇനി സെക്കൻഡ് ടൈപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടൈപ്പ് ഈസ് അവർ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിറൈവ്ഡ് ക്ലാസ് നമുക്ക് ഡിക്ലെയർ ചെയ്യണം.
ഇങ്ങനെ ഡിറൈവ്ഡ് ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്ന രണ്ട് ബേസ് ക്ലാസ്സുകളിൽ നിന്നുള്ള ക്യാരക്ടറിസ്റ്റിക്സും പ്രോപ്പർട്ടീസും ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കേസിനാണ് നമ്മൾ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ട ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത് രണ്ട് ബേസ് ക്ലാസ്സുകളിൽ നിന്നും, അതായത് രണ്ട് വ്യത്യസ്ത ക്ലാസ്സുകളിൽ നിന്നും അതിന്റെ പ്രോപ്പർട്ടീസിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. ഈ കേസിൽ നമ്മളുടെ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത് മോർ ദാൻ വൺ ക്ലാസ്സിൽ നിന്നാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഇനി ഇതിന്റെ സിന്റാക്സിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ we have the class, then subclass name, colon. ഇനിയാണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്ന ക്ലാസ്സുകളെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. then access mode base class 1. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, നമ്മൾ എഴുതേണ്ടത് ആക്സസ് മോഡ്. ഏത് ആക്സസ് മോഡിലാണോ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് ആ ആക്സസ് മോഡ്, then ഫസ്റ്റ് ക്ലാസിന്റെ നെയിം, then കോമ ആക്സസ് മോഡ് ബേസ് ക്ലാസ് 2, സെക്കൻഡ് ക്ലാസിന്റെ നെയിം. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് നമ്മുടെ സാധാ ക്ലാസ് എഴുതുന്ന പോലെ തന്നെ ഓപ്പണിംഗ് കർലി ബ്രേസ്, closing curly brace, and we have a semicolon. In between them we have the body of the subclass. Clear? ഇനി ഇതിന്റെ എക്സാമ്പിളിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ I will show you the example. Okay, ഇനി സെക്കൻഡ് ഇൻഹെറിറ്റൻസ് മെത്തേഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ that is our multiple inheritance. Multiple inheritanceൽ നമ്മൾ സിംഗിൾ ഇൻഹെറിറ്റൻസിൽ ചെയ്തിട്ടുള്ള സെയിം പ്രോഗ്രാം തന്നെ നമുക്ക് എങ്ങനെ മോഡിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൽ വേണ്ടത് രണ്ട് ബേസ് ക്ലാസ്സുകൾ ഉണ്ട്. അതായത് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് രണ്ട് ബേസ് ക്ലാസ്സുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ബേസ് ക്ലാസ്സുകൾ വേണം. സോ this can be written as base class 1, and now we need to write the second base class. So base class 2. So we have to declare it as vehicle 4x4. So 4x4 vehicle മാത്രമുള്ള പ്രോപ്പർട്ടീസ് ഇൻക്ലൂഡ് ചെയ്യാനാണ് ഞാൻ ഈ ഒരു ബേസ് ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. So we have some properties in public area. Here we are calling vehicle 4x4 constructor cout. This is 4x4 vehicle constructor. Okay. Endel. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ടൈമിൽ ഇവിടെയാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, we have a derived class car, and this car is deriving properties from both vehicle class and vehicle 4x4 class. രണ്ട് ക്ലാസ്സുകളിലും ഉള്ള സ്പെസിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് we have to write the class keyword, then our derived class name, then our colon, then mode of inheritance, access mode നമ്മൾ മെൻഷൻ ചെയ്യണം. So public first base class, that is our vehicle class, then comma, when we are inheriting from more than one class we need to put comma, then access mode is public and we are inheriting from vehicle 4x4 class, vehicle 4x4. ഓക്കെ, സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ക്ലാസ്സുകളിൽ നിന്നും നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. വെഹിക്കിൾ ക്ലാസ്സിൽ നിന്നും വെഹിക്കിൾ 4x4 ക്ലാസ്സിൽ നിന്നും നമ്മൾ പബ്ലിക് ആയിട്ട് മെത്തേഡ്സിനെ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസിനെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട് കാർ ക്ലാസ്സിലേക്ക്. ഇനി നമ്മൾ കാർ ക്ലാസ്സിന്റെ ഒരു ഒബ്ജക്റ്റിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് കമ്പൈൽ ദിസ് and run this. We will get the answer like this. This is vehicle constructor. അതായത് നമ്മൾ കാർ ഒബ്ജക്റ്റിനെ കാറിന്റെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻസിനെ നമ്മൾ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് നമ്മളുടെ വെഹിക്കിൾ
ക്ലാസ്സിലെ കൺസ്ട്രക്ടറിനെയാണ് കോൾ ചെയ്തത്. ദെൻ സെക്കൻഡ് 4x4 വെഹിക്കിൾ ക്ലാസ്സിലുള്ള കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തു. അവസാനമാണ് നമ്മളുടെ എന്തിനെ കോൾ ചെയ്തിട്ടുള്ളത്? ഡിറൈവ്ഡ് ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഞാൻ ഇതിലൊരു ചെറിയ ഒരു മോഡിഫിക്കേഷൻ നടത്താം, നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഫസ്റ്റ് ഡിറൈവ് ചെയ്യുന്നത്, ഫസ്റ്റ് യൂസ് ചെയ്യുന്ന ക്ലാസ് 4x4 ആണെന്ന് വിചാരിക്കുക, ക്ലാസ് 4x4. അതിനുശേഷം രണ്ടാമതാണ് നമ്മൾ വെഹിക്കിൾ ക്ലാസ്സിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഫസ്റ്റ് കോൾ ചെയ്തത് 4x4 വെഹിക്കിൾ കൺസ്ട്രക്ടറിനെയാണ്, റൈറ്റ്? അതായത് അതിനുശേഷമാണ് വെഹിക്കിൾ കൺസ്ട്രക്ടറിനെ കോൾ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഇവിടെ എങ്ങനെയാണോ ഓർഡർ മെൻഷൻ ചെയ്യുന്നത് അതുപോലെയാണ് കൺസ്ട്രക്ടേഴ്സിനെ ഇൻവോക്ക് ചെയ്യുന്നത്. നമ്മൾ 4x4 ക്ലാസ്സിനെയാണ് ആദ്യം മെൻഷൻ ചെയ്തത് ഡിറൈവ് ചെയ്യാൻ, അതുകൊണ്ടാണ് 4x4 ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെ ആദ്യം ഇൻവോക്ക് ചെയ്തത്. അതിനുശേഷം മാത്രമാണ് വെഹിക്കിൾ ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്തത്. സോ ദാറ്റ് ഈസ് ടു ബി നോട്ടഡ്, 1 point. ഓക്കെ, ഓക്കെ. ഇനി തേർഡ് ഇൻഹെറിറ്റൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, തേർഡ് ഇൻഹെറിറ്റൻസ് ഈസ് അവർ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഇതിന് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന പേര് വരാനുള്ള കാരണം, നമ്മൾ ഈ ഒരു ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, വി ഹാവ് 3 classes ഹിയർ, 3 classes. ഈ 3 ക്ലാസ്സിൽ സി ക്ലാസ് ആണ് നമ്മളുടെ സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. ഈ സി ക്ലാസ്സിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ് ക്ലാസ് ബി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്ലാസ് ബിയിൽ നിന്നും ഡിറൈവ് ചെയ്തിട്ടുള്ള സബ് ക്ലാസ് ആണ് നമ്മളുടെ ക്ലാസ് എ എന്ന് പറയുന്നത്. സോ അപ്പൊ മൾട്ടി ലെവൽ ആയിട്ടാണ് ഇൻഹെറിറ്റൻസ് നടക്കുന്നത്. അതായത് ക്ലാസ് സിയിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസ് അവൈലബിൾ ആണോ, പബ്ലിക് ആയിട്ടോ പ്രൊട്ടക്റ്റഡ് ആയിട്ടോ, ആ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ക്ലാസ് ബിയിൽ അവൈലബിൾ ആയിട്ട് വരും. ദെൻ ക്ലാസ് ബിയിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണോ ആ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് എയിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ മൾട്ടി ലെവൽ ആയിട്ട് ഇൻഹെറിറ്റൻസ് നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ക്ലാസ് സിനെ നമ്മൾ സൂപ്പർ ക്ലാസ് എന്ന് പറയും, ക്ലാസ് ബിനെ നമുക്ക് ഇന്റർമീഡിയറ്റ് ബേസ് ക്ലാസ് എന്ന് പറയും, ക്ലാസ് എനെ ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയും. അതായത് ക്ലാസ് എയുടെ പ്രോപ്പർട്ടീസ് നമ്മൾ ക്ലാസ് ബിയിൽ നിന്നാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇന്റർമീഡിയറ്റ് ബേസ് ക്ലാസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ബട്ട് ക്ലാസ് ബി ഈസ് ഓൾസോ എ ഡിറൈവ്ഡ് ക്ലാസ് ഓഫ് ക്ലാസ് സി, ബട്ട് ക്ലാസ് ബി ഈസ് എ സൂപ്പർ ക്ലാസ് ഓഫ് ക്ലാസ് എ. അതുകൊണ്ട് ഇതാണ് നമ്മളുടെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് നമ്മൾ പറയുന്നത്. ഇനി അതിന്റെ എക്സാമ്പിളിൽ, അതിന്റെ സിൻടാക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഹിയർ യു ക്യാൻ സി, ഇതാണ് അതിന്റെ സിൻടാക്സ്. നമ്മൾ അതിന്റെ എക്സാമ്പിളിലേക്ക് നമ്മൾ പോവാം. ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ തേർഡ് ഇൻഹെറിറ്റൻസിലേക്ക് വരികയാണ്. അതായത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആവുമ്പോൾ നമുക്ക് 3 ക്ലാസ്സുകൾ വേണം. 2 ലെവൽ ആയിട്ടാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് ചെയ്യുന്നത്. ഓക്കെ, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിന് നമുക്കൊരു ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാവും. സോ ദാറ്റ് ഡിറൈവ്ഡ് ക്ലാസ് ഈസ് ഇൻഹെറിറ്റിംഗ് ഫ്രം എ ഇന്റർമീഡിയറ്റ് ബേസ് ക്ലാസ്, ആൻഡ് ദിസ് ഇന്റർമീഡിയറ്റ് ബേസ് ക്ലാസ് ഈസ് ഇൻഹെറിറ്റിംഗ് ഫ്രം എ ടോപ്പ് മോസ്റ്റ് സൂപ്പർ ക്ലാസ്, റൈറ്റ്? സോ വി ഹാവ് ടു ഇംപ്ലിമെന്റ് ദാറ്റ്. അപ്പോൾ നമ്മൾ അതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് ബേസ് ക്ലാസ്. ഓക്കെ, ഫസ്റ്റ് ബേസ് ക്ലാസ്, ദാറ്റ് ഈസ് അവർ ബേസ് ക്ലാസ് or super class, we can say. So class vehicle, and in public area I'm declaring one vehicle constructor, cout. This is vehicle constructor and L. Now we have a derived class that is deriving from our vehicle class. So I'm using public access method.
vehicle class. So this car is deriving properties from vehicle class. So we have a public area. In the public area, we are declaring a default constructor which is just printing one statement. This is car constructor. Car constructor, okay. Now end L, end line. Now, ഈ കാർ ക്ലാസ് എന്ന് പറയുന്നത് വെഹിക്കിൾ ക്ലാസിന്റെ ഒരു ഡിറൈവ്ഡ് ക്ലാസ് ആണ്. ഈ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിൽ അഗൈൻ വി ഹാവ് എ തേർഡ് ക്ലാസ്. ഇനി സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫെറാറി ക്ലാസ് ആയിക്കോട്ടെ. Okay, Ferrari is one of a car, right? One type of a car. So this Ferrari is inheriting from public car. Carന്റെ പ്രോപ്പർട്ടീസിനെയാണ് Ferrari inherit ചെയ്യുന്നത്. Here we have a public area, and again this Ferrari is also having a default constructor which is printing just one statement, that is cout. This is Ferrari constructor. Okay, and L. Now main function like varanunnengil I'm just instantiating or creating an instance of Ferrari, my Ferrari എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഫെറാറിയുടെ ഒരു ഇൻസ്റ്റൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. Okay, so this car is actually called intermediate base class. This Ferrari class is called derived class. Just compile this and run. So here you can see it called the vehicle constructor first, then car constructor, and at last Ferrari constructor. അതായത് ഈ ഒരു ഹയറാർക്കിയിലാണ് നമ്മളുടെ കൺസ്ട്രക്ടേഴ്സിനെ ഇൻവോക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ടോപ്പ് മോസ്റ്റ് സൂപ്പർ ക്ലാസ് ആയിട്ടുള്ള വെഹിക്കിൾ ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെ നമ്മൾ ഇൻവോക്ക് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മളുടെ കാർ ഇന്റർമീഡിയറ്റ് ബേസ് ക്ലാസ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ബേസ് ക്ലാസ് ആയിട്ടുള്ള കാർ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്തു. അതിനുശേഷമാണ് ഫൈനലി നമ്മളുടെ ഡിറൈവ്ഡ് ക്ലാസ് ആയിട്ടുള്ള ഫെറാറിയുടെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്തത്. ഓക്കെ. ഇനി ഫോർത്ത് ഇൻഹെറിറ്റൻസിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അവർ ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്. ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പല സബ്ജക്റ്റുകൾ പഠിക്കുന്ന ടൈമിൽ നമ്മൾ ഹയറാർക്കിക്കലി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഓരോ പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതാറുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ക്ലാസ്സുകൾ ഇൻഹെറിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹിയർ വി ഹാവ് എ ക്ലാസ് ജി and class B and class E are inheriting from class G. Class G യിൽ നിന്നുള്ള പ്രോപ്പർട്ടീസ് ആണ് ക്ലാസ് B യും E യും ഇൻഹെറിറ്റ് ചെയ്യുന്നത്, റൈറ്റ്? And again class A and C inherits from class B. ക്ലാസ് A യും ക്ലാസ് C യും ക്ലാസ് B യിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? അതേപോലെ തന്നെ ക്ലാസ് ഡിയും ക്ലാസ് എഫും ക്ലാസ് ഇയിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതൊരു ഹയറാർക്കിക്കൽ ഓർഡറിലാണ് ഇൻഹെറിറ്റൻസ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അതിന്റെ സിന്റാക്സിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഹിയർ വി ഹാവ് എ ക്ലാസ് ജി, then body of the class base class G, then class B is derived from class G, and we have to specify the access mode here. And again class E is derived from class B with a specific access mode, and we have to mention that. And here we have the body of the subclass.
right? And ഇതിന്റെ എക്സാമ്പിളിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ I will show you the example. So ഇനി നമ്മൾ ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസിൽ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഹയറാർക്കിക്കൽ ഓർഡറിലാണ്. There will be a super class or base class. From that base class we'll be inheriting. Two classes will be, or two or three classes will be inheriting its properties. Then again, some other classes will be inheriting properties from each of these inherited classes, right? So അങ്ങനെയാണ് ഹയറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് നടക്കുന്നത്. അപ്പോൾ അതിന്റെ എക്സാമ്പിളിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ I will show you one simple example. ഇവിടെ നമ്മൾ we have one base class. We have one base class actually. So base class. Okay. So that is declared as vehicle. And again we have a public area. There we are declaring a default constructor. So this is actually the repetition. This is vehicle constructor, sorry. This is vehicle constructor and L. Now we have two derived class car, which is deriving from vehicle class, right? Vehicle class. Here we have a public area, public car constructor. So car constructor, which is just printing one statement. This is car constructor, okay, and L. Now we have the so this one is the first derived class, class 1, okay. Now we have the second derived class 2, okay. So that is a class, we are calling it as bus. So we have a second derived class, that is our bus class, which is deriving its properties publicly from vehicle class. And again, this vehicle class has a public area in which we are declaring the bus default constructor. See out, this is a bus constructor, okay. So and L. So this is actually an example for multiple hierarchical inheritance. Here we can create an instance of both the car object and car object, my car. So I'm giving a name as my car, and again bus object my bus. So ഇങ്ങനെ നമുക്ക് രണ്ട് ഒബ്ജക്ട്സിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാം. എങ്ങനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ, ജസ്റ്റ് കമ്പൈൽ ദിസ്. നോ എറേഴ്സ്. ജസ്റ്റ് റൺ ദിസ്. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ദിസ് ഈസ് എ വെഹിക്കിൾ കൺസ്ട്രക്ടർ ആൻഡ് ദിസ് ഈസ് എ കാർ കൺസ്ട്രക്ടർ, വിച്ച് മീൻസ് നമ്മൾ ആദ്യം കാറിന്റെ ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, റൈറ്റ്? കാർ ക്ലാസ് യൂസ് ചെയ്തിട്ട് കാറിന്റെ ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തത്. അതായത് കാറിന്റെ ഒബ്ജക്റ്റിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യാണ് ആദ്യം നമ്മൾ ചെയ്തത്. ആ ടൈമില് വെഹിക്കിൾ കൺസ്ട്രക്ടറിനെ ആദ്യം കോൾ ചെയ്തു. അതായത് കാർ ക്ലാസിന്റെ ബേസ് ക്ലാസ് ആണ് വെഹിക്കിൾ ക്ലാസ്. അതുകൊണ്ട് തന്നെ കാറിന്റെ ഒബ്ജക്റ്റിന് നമ്മൾ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ വെഹിക്കിൾ ക്ലാസ്സിലെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്തു. ദെൻ കാറിന്റെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ബസ് ക്ലാസ് യൂസ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റിനെ ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത്.
ബസ്സിന്റെ ഇൻസ്റ്റൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ടൈമിൽ നമ്മൾ ബസ്സിന്റെ ഇൻസ്റ്റൻസും എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ ബേസ് ക്ലാസ് ആയിട്ടുള്ള വെഹിക്കിൾ ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യും. ദെൻ ഓൺലി ഇറ്റ് ഇൻവോക്സ് ഇറ്റ്സ് ഓൺ കൺസ്ട്രക്ടർ, ബസ്സിന്റെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്യുന്നു. ഇനിയിപ്പോ ഇവിടെ നമ്മൾ ഇതിന്റെ ഇവിടെ ഇപ്പോ കാർ കൺസ്ട്രക്ടറിനെയാണ് ആദ്യം കോൾ ചെയ്തത്, ബസ് കൺസ്ട്രക്ടറിനെ രണ്ടാമതാണ് കോൾ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഓർഡറിനെ ഇവിടെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഓർഡർ ഇവിടെ ചേഞ്ച് ചെയ്ത് നമ്മൾ ബസ്സിനെ ആദ്യം ഇൻവോക്ക് ചെയ്ത് കാറിനെ ഇൻവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കാം. Compiled, then run. So here you can see vehicle class call ചെയ്തു, പക്ഷെ കോൾ ചെയ്ത് ഏതാണ്, ബസ്സിന്റെ ഇൻസ്റ്റൻസ് ആണ് കോൾ ചെയ്തത്. സോ ബസ് ഒബ്ജക്റ്റ് ആണ് ആദ്യം ക്രിയേറ്റ് ചെയ്തത്, അതിനുശേഷമാണ് കാറിന്റെ ഒബ്ജക്റ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ. ഓക്കെ, നൗ ഇനി നമ്മൾ ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ ഇൻഹെറിറ്റൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അവർ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഈ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ വൺ ഇൻഹെറിറ്റൻസ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഡിറൈവ്ഡ് ക്ലാസ്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ്, ഇതേപോലത്തെ ഡിഫറെന്റ് ഇൻഹെറിറ്റൻസ് മെത്തേഡ്സ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഒരു ഇൻഹെറിറ്റൻസ് മെത്തേഡ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. ഇപ്പൊ ഈ ഒരു ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹിയർ വി ഹാവ് ടു സൂപ്പർ ക്ലാസ്സസ്, ക്ലാസ് എഫ് ആൻഡ് ക്ലാസ് ജി. And again, class B and E are inheriting properties or what we call characteristics from class F, right? ഇനി ക്ലാസ് ഇനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ക്ലാസ് ഇ എന്ന് പറയുന്നത് ഈസ് ഡിറൈവ്ഡ് ഫ്രം ക്ലാസ് എഫ് ആൻഡ് ക്ലാസ് ജി, അല്ലെ? ക്ലാസ് ഇ ഡിറൈവ് ചെയ്തിട്ടുള്ളത് ക്ലാസ് എഫിൽ നിന്നും ജിയിൽ നിന്നുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ നമ്മൾ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ആൻഡ് അഗെയിൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന്റെ ഒരു മെത്തേഡാണ് നടക്കുന്നത്, റൈറ്റ്? ഇനി ക്ലാസ് ഇയിൽ നിന്ന് നമ്മൾ വേറൊരു ക്ലാസ്സിനെ ഡിറൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ ആണ്. സോ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് നടക്കുന്നുണ്ട്. സോ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഇൻഹെറിറ്റൻസ് ആണ് നമ്മുടെ ക്ലാസ് ഇയുടെ കേസിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. ഇനി അതിന്റെ സിന്റാക്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് വി ഹാവ് ടു ബേസ് ക്ലാസ്സസ്, ക്ലാസ് എഫ് ആൻഡ് ക്ലാസ് ജി. ഹിയർ ഇൻ കേസ് ഓഫ് ക്ലാസ് ബി വി ആർ ഇൻഹെറിറ്റിംഗ് ഫ്രം ക്ലാസ് എഫ്, ബട്ട് ഇൻ കേസ് ഓഫ് ക്ലാസ് ഇ വി ആർ ഇൻഹെറിറ്റിംഗ് ഫ്രം ക്ലാസ് എഫ് ആൻഡ് ക്ലാസ് ജി. ഓക്കെ, ഇനി ഇതിന്റെ എക്സാമ്പിളിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ഷോ യു ദ എക്സാമ്പിൾ. സോ ഇനി അവസാനത്തെ ഇൻഹെറിറ്റൻസിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അവർ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസിൽ നമ്മൾ ഒരു ക്ലാസ് ഡിറൈവ് ചെയ്യുമ്പോൾ മോർ ദാൻ വൺ ഇൻഹെറിറ്റൻസ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എൻ്റെ ഇതിൽ നമ്മൾ മോർ ദാൻ വൺ ഇൻഹെറിറ്റൻസ് ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഒരു കേസിന്റെ എക്സാമ്പിളിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ഹിയർ വി ഹാവ് ടു ബേസ് ക്ലാസ്സസ്, base class 1, that is class vehicle, and again which is having a public area. It is just used to vehicle for our public constructor. See out. This is vehicle class and L. Okay. Now we have the second base class. Base class 2. So it is declared as class fare. അതായത് ഇപ്പൊ നമുക്ക് വെഹിക്കിൾസ്, നമുക്ക് ടാക്സി വെഹിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു ഫെയർ ഉണ്ടാവും. കാർ ആണെങ്കിലും ബസ് ആണെങ്കിലും
അപ്പോൾ അത് അങ്ങനെ ഫെയർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെപ്പറേറ്റ് ക്ലാസ് ആണ് നമ്മൾ രണ്ടാമത്തെ ബേസ് ക്ലാസ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. സോ ഫെയർ ക്ലാസ്. So here also we are having a public area which in which we are defining our default constructor. So this is fair constructor and L. And now the first derived class. Derived class 1, that is class car. So it is deriving its property plus from vehicle class only. Vehicle class nu matram properties ne nammal endu cheyyunnallu derive cheyyunnallu. Okay, and now it is having a public area car constructor and L. Okay, now we have the second derived class 2, which we can write as bus class. So bus class. Now this bus class is deriving its properties from vehicle class as well as the fair class. Okay, so this class is also having a public area in which we are defining our default constructor, which is only printing one statement. This is bus constructor. And L. Now when we are creating instance of car object and instance of bus object, എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് നമ്മളുടെ കൺസ്ട്രക്ടേഴ്സ് ഇൻവോക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ജസ്റ്റ് കമ്പൈൽ this, no errors, and run this. We can see that this is a vehicle class, this is the car class. So car class invoke ചെയ്തു ഫസ്റ്റ്, റൈറ്റ്? നമ്മൾ കാറിന്റെ ഇൻസ്റ്റൻസിനെയാണ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് കാറിന്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ആദ്യം അതിന്റെ ബേസ് ക്ലാസ് ആയിട്ടുള്ള വെഹിക്കിൾ ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്തു, ദെൻ കാറിന്റെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്തു. അതിനുശേഷമാണ് ബസിന്റെ ഇൻസ്റ്റൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ടൈമിൽ നമ്മൾ ഇവിടെ എങ്ങനെയാണോ ഇൻഹെറിറ്റൻസ് നടത്തിയിട്ടുള്ളത് അതിന്റെ ഓർഡർ നോക്കുക. ഫസ്റ്റ് വെഹിക്കിൾ ക്ലാസ് ആണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്, അതിനുശേഷമാണ് ഫെയർ ക്ലാസ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ബസിന്റെ ഇൻസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഫസ്റ്റ് വെഹിക്കിൾ ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്തു, അതിനുശേഷം ഫെയർ ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്തു, അതിനുശേഷമാണ് ബസ് ക്ലാസിന്റെ കൺസ്ട്രക്ടറിനെ ഇൻവോക്ക് ചെയ്തത്. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസിൽ ഒബ്ജക്ട്സിന് നമ്മൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസിൽ ക്ലാസസിന്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഇൻഹെറിറ്റൻസ് ഇൻ C++. അതിൽ ഇൻഹെറിറ്റൻസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ ഇൻഹെറിറ്റൻസ് എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നും നമ്മൾ പറഞ്ഞു. അതായത് നമുക്ക് വി ക്യാൻ റെഡ്യൂസ് ദ നമ്പർ ഓഫ് കോഡ്സ് ബൈ ഇൻഹെറിറ്റൻസ്. അതായത് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന കോഡുകളെല്ലാം ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലാസ്സിൽ നിന്നും വേറെ ക്ലാസ്സുകളിലേക്ക് നമുക്ക് കോഡ്സിനെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. സോ വി ക്യാൻ റെഡ്യൂസ് ദ നമ്പർ ഓഫ് കോഡ്സ്. ഓക്കെ, ദെൻ ഡിഫറെന്റ് മോഡ്സ്, ആക്സസ് മോഡ്സ് നമ്മൾ പറഞ്ഞു.
പ്രൈവറ്റ് ആക്സസ് മോഡ്, പബ്ലിക് ആക്സസ് മോഡ്, അതേപോലെ പ്രൊട്ടക്റ്റഡ് ആക്സസ് മോഡ്, റൈറ്റ്? സോ ഈ ആക്സസ് മോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് നടത്തുന്നത്. ഇൻഹെറിറ്റൻസ് തന്നെ 5 ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട് C++ൽ. സിംഗിൾ ഇൻഹെറിറ്റൻസ്, then multiple inheritance, multi-level inheritance, then hierarchical inheritance, and the final one is hybrid inheritance. Okay, അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. I hope you understand this. Thank you.